ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നുണ്ടാക്കുന്നത് ചോറ് കൊണ്ട് നല്ല മൊരിഞ്ഞ വടയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് 250 ml ആണ് 1 കപ്പ് അളവ്. അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു സവോള ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ഒരു പച്ചമുളക്, ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു ബൗളിലോട്ടിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ നമ്മുടെ അരച്ചെടുത്ത ചോറ് ആദ്യം ഒരു ബൗളിലോട്ട് ഇട്ടെടുത്തു. ഇനി ഞാൻ ഇതിലോട്ട് 4 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി, അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ആഡ് ചെയ്യാം. ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ലേ. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്തു. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ വടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വട ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് വെച്ചിട്ടില്ല, അതിൻ്റെ അടുത്ത് ഞാൻ ഒരു കപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കൈ എപ്പോഴും നനച്ച് വെക്കണം. കാരണം നമ്മുടെ ഉരുളകളാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നടുവിൽ ഇതുപോലെ ഒരു ഹോള് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ബാക്കിയൊക്കെ ചോറ് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വശം ക്രിസ്പി ആയതിനു ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഉള്ളു വെന്ത് കിട്ടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകാത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് കൊണ്ട് നല്ല മൊരിഞ്ഞ വടയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്ത വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്